ഹലോ, എല്ലാവർക്കും നമസ്കാരം. തൊട്ടപ്പുറത്തെ വീട്ടിലെ മുരിങ്ങയുടെ മരമാണ് കേട്ടോ കാണുന്നത്. നിറയെ മുരിങ്ങാക്കോൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആവശ്യമുള്ളവരോടൊക്കെ പറിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് എനിക്ക് മടിയാണ് പറിക്കാനൊക്കെ, അതുകൊണ്ട് ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തെ വീട്ടുകാരൊക്കെ വന്ന് പറിച്ച കൂട്ടത്തിൽ എനിക്കും തന്നു കുറച്ച് മുരിങ്ങാക്കോൽ. അതാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ അന്വേഷിച്ചിരുന്നിട്ടാണെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കറി വെച്ചേക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാനതിൻ്റെ തോല് കളയാതെ ആ കറുത്ത ഭാഗം മാത്രം, പുറം തോലൊക്കെ കളഞ്ഞു, പിന്നെ കറുത്ത ഭാഗം അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെക്കണേ. പിന്നെ ചെമ്മീൻ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മതി ചെമ്മീൻ, നമുക്കൊരു ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് കുറച്ച് ചെമ്മീനും കൂടി അതും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നല്ല പച്ച ചെമ്മീനായിരുന്നേ, ജീവനുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയപ്പോൾ എല്ലാ അനക്കവും ഉണ്ടായിരുന്നേ. പിന്നെ ചക്കക്കുരു ഒരു പകുതി വേവാവുന്ന സമയത്ത് ഒരു ചെറിയ മാങ്ങ, നാടൻ മാങ്ങയായിരുന്നു, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. അപ്പം ഞാനതുകൊണ്ട് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പുളി ഇല്ലാത്തതാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 മുരിങ്ങാക്കോൽ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതും ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കാം. ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്തിട്ട് നമ്മളിത് വേവിക്കും, നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് തിളക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും. കാരണം ഉടഞ്ഞു പോകരുത്, നമ്മുടെ മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കറി ഇങ്ങനെ ചവറ് പോലെ കിടക്കും, നമുക്കങ്ങോട്ട് കഴിക്കാൻ തോന്നാത്ത വിധം. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് കുക്കായി കിട്ടണം വരെ, ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ജസ്റ്റ് അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കില്ല. തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാലൊരു പ്രശ്നം, അതിങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ കിടക്കും. എനിക്കിഷ്ടമല്ല തേങ്ങ അരച്ച് ചേർക്കുന്നത് കേട്ടോ. ഞാൻ നല്ല കുറുകുറുന്ന് തേങ്ങാപ്പാൽ എടുക്കും തേങ്ങയെന്ന്, എന്നിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യമൊക്കെ ഞാൻ തേങ്ങ അരച്ച് തന്നെ വെക്കാറ്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു മിസ് ഉണ്ടായിരുന്നു. ആ മിസ് ചെമ്മീനും ചക്കക്കുരു ഈ കറി കൊണ്ട് നല്ല ക്രീമായിട്ടിരിക്കും കറി. അപ്പോൾ ഞാനപ്പോൾ എപ്പോഴും ചോദിക്കുമ്പോൾ പറയും നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു കാര്യം മറന്നു, ഉപ്പ് ഞാൻ ഇട്ടിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട് ചക്കക്കുരു മാങ്ങയൊക്കെ. അതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിടാം. കുറച്ച് കഴിയുമ്പോഴേക്ക് യെല്ലോ കളർ ആയിക്കോളൂ കേട്ടോ അത്. പിന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെന്താണ്, അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ കറിയുടെ മേളിലൊരു ഭംഗിക്ക് ഇങ്ങനെ യെല്ലും റെഡിഷ് കളറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേ വേണ്ട. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും കൊണ്ട് നിൽക്കണോണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് എടുത്ത് അതിലേക്ക് ഒഴിക്കാൻ പറ്റിയില്ല. ഞാൻ കരിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷെ കരിഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് കറി ഒരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്നോട്ടെ. ഇരുന്നതിന് ശേഷം മാത്രം നമ്മളൊന്ന് കഴിക്കാം കേട്ടോ. നല്ല